ഇത് വിഷ്ണുദത്തൻ ഭാഗവതരുടെ ഇളയ പുത്രൻ ശിവദത്തൻ ഭാഗവതർ. ജന്മനാൽ ഇദ്ദേഹം അന്ധനാണ്. വഴിയോരങ്ങളിൽ പാട്ടുപാടി ജീവിക്കുന്നു. ജന്മം കൊണ്ട് സ്വായത്തമാക്കിയ തന്റെ കഴിവിനെ എത്തപ്പെടേണ്ടിടത്ത് എത്തിക്കുവാൻ കഴിയാതെ വളരെ വിഷമിച്ച് കഴിയുന്ന ഒരു കലാകാരൻ. ഓരോ കലാകാരന്റെയും അവസാനം ഇങ്ങനെയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരം ആയിരം മാനവഹൃദയങ്ങൾ ആയുധപുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെറുതാൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ. ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാനുള്ള അവതാരങ്ങളെവിടെ. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യൻ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ ഓല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ, അമരപദം നൽകൂ. പാണമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ ഓല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ, അമരപദം നൽകൂ. എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാർഗ്ഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാർഗ്ഗം നൽകണേ. ഇടയ വഴി
എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. സപ്തസിന്ധുക്കളാ തന്ത്രിവരിഞ്ഞൊരി സപ്തസിന്ധുക്കളാ തന്ത്രിവരിഞ്ഞൊരി വിശുദ്ധമണി വീണ കൈയിലേന്തി ഹൃദ്യസ്വരത്രയം മീട്ടുന്ന നിന്നാദ വിദ്യയിലുണരാവു ഞാൻ ദേവി നിൻ ചിത്തമായി പുലരാവു ഞാൻ. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം ഗുരു. വിശ്വാസികളുടെ ദുർഗന്ധമാച്ച കുന്തിരിക്കം പൊട്ടുന്നത് തന്നെയാ നല്ലത്. നിങ്ങൾ ഊതി പുകച്ചാ ഞങ്ങൾക്ക് ശ്വാസം മുട്ടും. ശ്വാസം മുട്ടി ഒഴിവാക്കാൻ പുകയിടണം. അതിന് വേണ്ടി വന്നാൽ ഞങ്ങൾ ഊതി കത്തിക്കണേ. കത്തിക്കോ? എങ്കിൽ അത് തന്നെ കാണാം. കത്തിക്കോ? ഉണ്ണിയെ പരിഹസിച്ചോ അല്ലേ? എഴുതി നിർത്തുവാൻ കത്രീനെ എന്റെ ഉണ്ണിയെ പരിഹസിക്കുമോ? എന്റെ ഉണ്ണിയേശുവേ, നീയല്ലാതെ വേറെ ഉണ്ണി. ആരെന്നാ വിചാരം? തീപ്പെട്ട തിരുവോണം തിരുനാൾ ഉദയനാൾ തിവർന്ന തമ്പുരാൻ തമ്പുരാൻ എങ്ങനെയാ തിരുമേനിയുടെ നേരത്തെ കയറിയത്? വാളയും കമ്പി വന്നിട്ട് വാഴനിറങ്ങി വന്ന തമ്പുരാനായാലും ദൈവ തമ്പുരാനായാലും എന്റെ മേത്തോട്ട് കയറാൻ വന്നാലോ ചോര കഴിയും. ആരോ വരുന്നു എന്നാ തോന്നുന്നത്. തീപ്പെട്ട ഉദയനാഥ തമ്പുരാൻ തിരുമേനിയുടെ ദേഹത്ത് ആ വാഴലോട്ടങ്ങ് കയറിയാട്ടെ. പട്ടി തെണ്ടി റാസ്കൽ, നിനക്കൊന്നും അമ്മയും പെങ്ങളും പറഞ്ഞില്ലടാ അകവരാജികളെ. എന്ത് പറ്റി? തിരുമേനി, എന്റെ മാനം പോയേ തിരുമേനി, എന്റെ ചാരിത്രം പോയേ. താൻ കരയാതെ കാര്യം പറയൂ. ശിവ ശിവ എന്തോ നാം ഈ കേൾക്കണേ? തിരുമേനിക്ക് അറിയാലോ, നാടകം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ മുലക്കൽ ദേവീക്ഷേത്രം എനിക്കൊരു നാടകം അഭിനയിക്കാൻ വന്നത്. ആ നാടകത്തിന് സ്ത്രീ വേഷമാത്തിന് വേണ്ടി വരിനെ കാണാൻ നല്ല രസമാ. പറഞ്ഞിട്ട് കാര്യം എന്താ? സ്ത്രീവേഷം നാടകത്തെ വന്നത് നമ്മുടെ കുശിതമ്പരായിട്ട് കാണിക്കാറുണ്ട്. വരുന്ന വഴി രണ്ട് കൊടിയന്മാർ എന്നെ കയറി പിടിച്ചു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാ തിരുമേനി. വരിരെ ഈശ്വരവാരെ തമ്മിലൂടെ ഞാനൊരു ഗവേഷകനാണ്. പഴയ രാജപരമ്പരയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെ കുറിച്ചാണ് ഞാൻ ഗവേഷണം നടത്തുന്നത്. ഈ കൊട്ടാരത്തിന്റെ ചരിത്രവും എന്റെ ഗവേഷണത്തിന്റെ ഭാഗമാണ്. സത്യാസത്യങ്ങളുടെ ചേർന്ന് ഇടമാക്കിയ നമ്മുടെ രാജപരമ്പരയുടെ കഥകളിൽ നിന്നും സത്യം തേടുകയാണ് ഞാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ചരിത്രാന്വേഷണം. അത്രയോ? എങ്കിൽ ഞാൻ എന്റെ ചരിത്രം അങ്ങോട്ട് ചുരുക്കി പറയാം. എനിക്ക് 50 വയസ്സുണ്ട്. ഇപ്പോഴും ചെറുപ്പമാണ്. അതിനൊക്കെ എന്താ കാര്യം? ഇപ്പോഴും അഴിവായി തന്നെ. ഇവിടെ അടുത്ത അമ്പലത്തില് ശാന്തി പഠിക്കാം. പിന്നെ ഇടയ്ക്ക് ഇടവേളയിൽ ഈ കത്രീനയുമായി അല്പം കുശല പ്രശ്നം ചെയ്യും. വൈകിട്ടത്തിന് ഓരോരോ വേഷങ്ങൾ.
കണ്ടാൽ അറിഞ്ഞുകൂടി. കണ്ടാൽ തിരിച്ചറിയാൻ കത്തിരിക്കോ വെള്ളരിക്കോ മറ്റുമാണോ? അപ്പോൾ കണ്ടാൽ അറിയില്ല, തീർത്തുമില്ല. കണ്ടാൽ അറിയാത്തവർ ഇവിടെ കേട്ടാൽ അറിയും. തിരുമേനി, ഇയാൾക്ക് തനിക്ക് നല്ല സുഖമില്ലെന്നാ തോന്നുന്നത്. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇതിന് രവിവർമ്മ തമ്പുരാനെന്ന് പറഞ്ഞു. അദ്ദേഹമല്ലേ ഇപ്പോഴത്തെ വലിയ തമ്പുരാനും അവകാശി. വലിയ തമ്പുരാനൊക്കെ തന്നെ, പക്ഷേ അവകാശമൊന്നുമില്ല. കൊട്ടാരത്തിന്റെ അവകാശി കാർത്തിക തമ്പുരാട്ടിയാണോ? എങ്കിൽ അവരെ കാണാം. ആട്ടെ, കാർത്തിക തമ്പുരാട്ടിയെ ഒന്ന് വിളിക്കാമോ? ഞാൻ ക്യാദറിനെ വിളിച്ചിട്ട് വരാം. കേരളീയോ? അതാരാ? കാർത്തിക ക്യാദർ തന്നെ. കാർത്തിക തന്നെ കേരളം അല്ല, 1000 ആണ്ട് മുമ്പ് രണ്ടാം കുലശേഖര സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ ലംഘിച്ച ഉദയവനം കൊട്ടാരത്തിന്റെ അവസാന കണ്ണി കാർത്തിക തമ്പുരാട്ടി ഗുണപ്പെട്ടാണ് ഈ കൊട്ടാരം. 1000 ആണ്ട് മുമ്പ് രണ്ടാം കുലശേഖര സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ ലംഘിച്ച ഉദയപുരത്തിന്റെ അവസാന കണ്ണിക്കുടമാവകാശം ഒരു നസ്രാണിക്ക. ഇളമുറ തമ്പുരാട്ടി ഒരു ക്രിസ്ത്യാനിയാ സാറേ. ഇവിടെ കൃത്യം നമ്മുടെ പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? വാദിയും വരക്ഷയമെന്നത് ഇക്കുറി നാട് അറിയുന്നേയില്ല. എങ്കിൽ ജനങ്ങൾ ആർത്തുല്ലസിക്കട്ടെ, രാജനർത്തകികൾ നൃത്തമാട്ടെ. Come on,
പാലിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ എങ്കിലും വേണ്ടേ? വല്യമ്മാമനെ എവിടെയെല്ലാം തിരഞ്ഞു. സമയത്ത് മരുന്ന് കഴിക്കാൻ മറന്നോ? ദാ, കഴിക്കൂ. നിന്നെ ഇതൊരു അമ്പലത്തിൽ പോയില്ലേ? ക്ഷമിക്കണം തമ്പുരാട്ടി, ഇയാളോട് സംസാരിച്ച് സമയം പോയതാവുന്നില്ല. ഇതാരാണ്? ഞാനൊരു ഗവേഷകനാണ്. പഴയ രാജകൊട്ടാരങ്ങളുടെ അറിയപ്പെടാത്ത ചരിത്രങ്ങൾ തേടിപ്പിടിച്ച് എന്നിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്ത്? കാലിടറിയുടെ കൊട്ടാരങ്ങൾ ഗതകാല സ്മരണകൾ അയവർത്തുന്ന വലിയ തമ്മിലാണ്. നിങ്ങൾ ആരാണ്? എന്താണ് ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം? രാജപരമ്പരയുടെ മഹത്വം പറഞ്ഞ് മേല് നടിക്കാൻ ഇവിടെ ഇപ്പോൾ ആർക്കും സമയമില്ല. ദയവായി നിങ്ങൾക്ക് പോകാം. ശരണാർത്ഥിയുടെ വെറും കൈയാൽ പറഞ്ഞുവിട്ട ചരിത്രം ഈ കൊട്ടാരത്തിലുണ്ടോ പ്രതേ? അയാൾ എഴുതിക്കോട്ടെ. കേട്ടോ? പുറത്തു നിന്നുള്ളവരെ ഞങ്ങൾ കൊട്ടാരത്തിൽ താമസിപ്പിക്കാറില്ല. അങ്ങനെ ഒരു തീ വെളുപ്പുമില്ല, പ്രത്യേകിച്ചും ഒരു പുരുഷന്. എന്നെ തമ്പുരാട്ടിയുടെ ഒരു മകനെ പോലെ മകനെ പോയോ? നിങ്ങളുടെ താമസിക്കുള്ളൂ. അന്വേഷണം ഇതുവരെ അന്തി കഴിയിട്ടില്ല. നിങ്ങൾ എനിക്ക് വിശ്വസിക്കാം അല്ലേ? ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? പ്രിൻസ്. ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മഹം അത് കണ്ടാൽ അറിഞ്ഞുകൂടെ? ചെറുപ്പം ഇവിടെ നിൽക്കാം. ഇതാ അച്ഛനക്കുള്ള ഫുഡ്. ദിവാരാധനയ്ക്ക് സമയമായി. ശരി, പുറപ്പെടാൻ തോന്നുകൾ മുക്കി. ഞാനിപ്പോ കറിയിലേക്കാം. ഇന്ന് വെള്ളിയാഴ്ചയിലെ ക്ഷേത്രദർശനം നടത്തുന്നതാണ് കൂടുതൽ ഉത്തമം. ഈശ്വരാരാധനയല്ലേ ചെറിയമേ പ്രധാനം? അമ്പലത്തിലും പള്ളിയിലും ഒരേ ഈശ്വരനല്ലേ? നിന്നോട് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ നിനക്ക് ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കേണ്ടതായി വരും. ഇന്നല്ലെങ്കിൽ നാളെ. എനിക്കതിനാവുന്നില്ലല്ലോ ചെറിയമ്മേ. എന്തുകൊണ്ടാവുന്നില്ല? ആവണം. വല്യപ്പാവിനെ ഓർത്ത്, കൊട്ടാരത്തെ ഓർത്ത്, എന്നെ ഓർത്ത്. തട്ടി ഉടച്ചു കളയാൻ ഒരു പളുങ്ക് പാത്രമൊന്നുമല്ല പാരമ്പര്യം. അത് നീ മറക്കണ്ട. കൊട്ടാരത്തിൽ ഇലക്ട്രമല്ലെന്ന് അതെ, പക്ഷേ രാജകുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്നൊന്നും എഴുതരുത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അമിതമായതൊന്നും എഴുതണ്ട. എന്നെ ചരിത്രരചനയെ പിതാഹിതങ്ങൾ എവിടെയാണ് സ്ഥാനം? നമ്പുരാട്ടിക്കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. സനാതനികളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചരിത്രം വേണ്ട. ഞാൻ സത്യം മാത്രമേ ഉള്ളൂ. സത്യാസത്യങ്ങൾ വിവേചിച്ചറിയാൻ നമ്മളെ എല്ലാം അവന്റെ ലീലാവിലാസങ്ങൾ. അട്ടെ, പേരെന്താ പറഞ്ഞത്? പ്രിൻസ്. ഞാൻ മുല്ലമറ്റം വിക്രമൻ നായർ, കൊട്ടാരം ഹൈന്ദവ സംരക്ഷണ സമിതി പ്രസിഡന്റ്. നൂറുകൂട്ടം ബന്ധപ്പാടുകൾ. എന്ത് ചെയ്യാം? ഇത് ഹിന്ദുരായല്ലേ, ഒഴിഞ്ഞു മാറാനാവില്ലല്ലോ. ഇതാരെങ്കിലും പറ്റുമോ? ഈയിടെ കാണാൻ പോലും കിട്ടാതായല്ലോ. ഇരക്കൊഴിഞ്ഞ നേരമില്ല. നൂറുകൂട്ടം പ്രശ്നങ്ങൾ. അട്ടെ, ഇരുപത്തി ക്ഷമ തന്നെ. ഭഗവാന്റെ കൃപയാ ഒരുവിധം പരീക്ഷണങ്ങളുണ്ടാവും, തളരരുത്. ഈ ഞാൻ തന്നെ അതിന് ഉദാഹരണം. ഭഗവാൻ ബുദ്ധിയോട് പരീക്ഷിക്കുന്നു. കേട്ടതിനെ ഭക്തന് മാത്രമേ ഭഗവാൻ പരീക്ഷിക്കൂ. വാസ്തവം. എല്ലാം ബാലഗോപാലന്റെ ലീലാവിലാസങ്ങൾ. നമ്മളൊക്കെ അവന്റെ കയ്യിൽ കിടക്കുവാൻ മാത്രം. കേട്ടോ? ഇനി എന്താണോ ഉണർന്നോ? അശ്രീകരം ആരാണോ ഈ മൂന്ന് നേരത്ത് ഇതുവരെ തുടങ്ങിയത്? മനസ്സിലായില്ലേ? ഹിന്ദു ഉണർന്നു. ഓ, അതിപ്പോ ഭഗവാനെ പിന്നെ നാടുണർന്നില്ലേ? ജനജാഗരണം, മഹാസംഗമം, ശാന്തിയാത്ര, ശിലാപൂജ. ഹരഹരോ, ഹരഹരോ.
നടത്താറില്ലേ? എത്തി മുമ്പലത്തിൽ വരാറില്ല. ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലും പോകാറുണ്ട്. ശാന്തം, പാപം എന്താണ് ഈ കേൾക്കുന്നത്? വിലക്കണം, ശക്തിയെ വിലക്കണം. വിലക്കാറുണ്ട്, ഫലിക്കുന്നില്ലെന്ന് മാത്രം. അതെങ്ങനെയാ? വിൽപാത്രത്തിന്റെ അവസ്ഥ അതാണല്ലോ. ഹിന്ദുമതത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും തത്വങ്ങൾ പഠിപ്പിക്കണം. ഇഷ്ടമുള്ളവർ ഇതിനൊക്കെ അനുവാദം ഉണ്ടാകണം. എന്നൊക്കെയാണ് വിൽപാത്രത്തിലെ വ്യവസ്ഥ. ഒരു ഹിന്ദു കുട്ടി എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. കുട്ടിയെ മയത്തിൽ കുറഞ്ഞ് വശപ്പെടുത്തണം. നാം ശ്രമിക്കേണ്ടിട്ടാണോ? പുരാണ കഥാസംഗ്രഹം ദിവസവും ചൊല്ലിക്കൊടുക്കാറുണ്ട്. ഭഗവാന്റെ രാസക്രീഡകളൊക്കെ വിസ്തരിച്ചവര് പറയാറുണ്ട്. ഒരു കാര്യം നോക്കോ, തമ്പുരാട്ടി എങ്ങനെ മറുപക്ഷം തീർന്നാൽ ഇവിടെ എന്തും സംഭവിക്കും. ഈ അമ്പലങ്ങൾ അവർ ഇടിച്ച് നിറഞ്ഞിരിക്കും. ശിവ ശിവ, എന്തോ നാം ഈ കേൾക്കണേ? ഇന്ന ജീവിച്ചിരുന്നത് കാര്യമല്ലോ. തിരുമേനിക്ക് എല്ലാ കാര്യത്തിലും കണ്ണുണ്ടാകണം. തിരുമേനി തന്നെ ശാന്തി പണിയെടുത്തത് അതിനാണ്. മറക്കണ്ട. ഓർമ്മയുണ്ടേ? ശരിക്കും ഓർമ്മയുണ്ടേ? ആരായി പുതിയ അതിഥി? എന്തൊക്കെ കുട്ടിയാണ് ഞാൻ പോകുന്നത്? കൊട്ടാരത്തിന്റെ ചരിത്രമിടാനാണത്രേ. താമസവും കൊട്ടാരത്തിലാണ്. എന്ത്? കൊട്ടാരത്തിലോ? പുറത്തു നിന്നൊരു പുരുഷൻ കൊട്ടാരത്തിൽ വന്ന് താമസിക്കാമോ? പ്രഭാവം സംഭവിച്ചോ? അവരാണ് സംഭവിച്ചത്. ഇയാൾ ഏത് ജാതിക്കാരനാ? എന്താണ് ഇയാളുടെ മതം? അതുപോലെ അന്വേഷിക്കണോ? ഹിന്ദുവായി. അതെന്താ മുഖത്തേക്ക് വെച്ചിട്ടുണ്ടോ? അതില്ല. പക്ഷേ എന്ത് പക്ഷേ? മുഖത്തൊരു കലയൊക്കെ ഉണ്ട്. ഞാനൊരു മരത്തലയാണ്. മുഖത്ത് കലയിട്ട് പോയി. ഇന്നത്തെ സാഹചര്യത്തിൽ അയാളോട് താമസിക്കുന്നത് നമുക്ക് നല്ലതാവില്ല. ശരിയാണ്. എട്ടും മുട്ടും തിരിയാത്ത തമ്പുരാട്ടിയെ അവൻ തട്ടിയും മുട്ടിയും വശപ്പെടുത്തിയാലോ? തിരുമേനി, കാര്യങ്ങൾ കല്ലും നെല്ലും തിരിയാനി. കൂടുതൽ ദിവസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടോ? അവൻ അവിടെ വന്ന് ഉണ്ടാക്കും. ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഈ നേരത്തെ ഇങ്ങനെ ഒരു വരവ് ഇന്ന് തന്നെ പറഞ്ഞു വിടണം. പ്രഭാതയോട് സമ്മതിക്കുമോ? ഞാൻ സമർപ്പിക്കാം. എങ്ങോട്ടായിട്ടാ പ്രതി? പ്രാർത്ഥനയ്ക്ക് നേരമായി. കുട്ടികളുടെ കാര്യം കണ്ടോ? കുട്ടി അമ്പലത്തിലുണ്ട്. എന്ത്? ഏത് ജാതിയിലെ തമ്പുരാട്ടി അമ്പലത്തിൽ പോയെന്നോ? എന്താ തമ്പുരാട്ടിക്ക് അമ്പലത്തിൽ വെക്കൂടെ? രക്ഷയുടെ മാർഗത്തിൽ കുട്ടിയെ ഞാൻ നയിക്കപ്പെടുന്ന പാട് അതിന്റെ ഇടയിൽ ഓരോരുത്തർ ഇടകൊല്ലാനായിട്ട്. ഇന്ന് വന്നവന്റെ കാര്യമാണോ? അവനെ പറ്റി കൂടുതലൊന്നും കത്രീന അറിഞ്ഞോ? തിരുമേനിയും അയാളെ കണ്ടതല്ലേ? എന്നിട്ട് എന്ത് തോന്നി? കത്രീനയ്ക്ക് വല്ലതും തോന്നിയോ? ഇത് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളവനാ. അതാരാ? മനുഷ്യനല്ല തിരുമേനി. പിന്നെ ആരാ കത്രീനെ? സാത്താൻ ഉള്ളിടത്ത് വന്നിരിക്കുകയോ? എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ത്രിസന്ധ്യയ്ക്ക് ഓരോന്നും പറഞ്ഞ് ഭയപ്പെടുന്നവൻ കത്രീനെ. ഇവിടെ ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നത്? അത് പറ. കാട്ടിലെ തമ്പുരാട്ടിയെ കയ്യിലെടുക്കാൻ. ഇല്ലവറ്റം പറഞ്ഞപ്പോൾ സത്യമാണല്ലോ. അയാൾ എന്താ പറഞ്ഞത്? അപകടകാരിയാണ്, സൂക്ഷിക്കണം, ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഹ, അപ്പോ അയാൾക്ക് കാര്യം മനസ്സിലായി. കിടകിടാ മറക്കുന്നില്ലല്ലോ കത്രീനെ. തിരുമേനി സാത്താനെ കണ്ടിട്ടുണ്ടോ? ഓൻ കണ്ടിട്ടില്ല. കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല. ഇന്ന് വന്നവനെ പോലെ പടിപടിയായി പിടിയിലോട്ട് അടുപ്പിക്കും. പിടിയിലാവപ്പെട്ട പിന്നെ രക്ഷയില്ല. സത്യമാ കത്രീനെ? സത്യം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? എങ്കിൽ ഗന്ധർവനായിരിക്കും. അതാരാ? അലപ്പൂവിന്റെ മണം വരുന്നില്ലേ? ഹ, അത് ഞാൻ എന്റെ കക്ഷത്തിൽ നിന്ന് തൊടിച്ചിരിക്കുന്ന സെല്ലിന്റെ മണമാണ്. എവിടെ എവിടെ? തിരുമേനി, ഈ തട്ടിമുട്ടിയുള്ള കാര്യമൊന്നും അത്രയോടെ വേണ്ട. കത്രീനയുടെ സാത്താൻ തന്നെ നമ്മുടെ ഗന്ധർവൻ. ഇക്കാര്യത്തിൽ നമുക്ക് യോജിപ്പാം. ഹ, പുരുഷന്മാരുടെ കാര്യത്തിൽ മാത്രം മതിയല്ലേ ഈ ആരോഗ്യം? അല്ലേ തിരുമേനി? വരുന്നോ പള്ളിയിലേക്ക്? അവിടെ സാത്താൻ കേറില്ല. നമുക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയില്ലല്ലോ കത്രീനെ. ഹ, എങ്കിൽ പിന്നെ തിരുമേനിയുടെ കാര്യം മഹാകഷ്ടം. നമ്മൾ തരിച്ചാക്കിയിട്ട് പോകല്ലേ കത്രീനെ? പകൽ പരിചയപ്പെടാൻ കഴിയില്ല. തിരുവേനിയുടെ പേരെന്താ? നോം ബ്രഹ്മശ്രീ പവിത്രാനന്ദ നമ്പൂതിരി. നമുക്ക് അസാരം ധൃതിയുണ്ട്. വരട്ടെ, പിന്നെ കാണാം. തിരുവേനി, ഇതിനെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. ചൽ, വിവരങ്ങളൊക്കെ കത്രി പറഞ്ഞറിഞ്ഞു. ആദ്യം വിശ്വാസമായില്ല, എന്നാൽ ഇപ്പോൾ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ഇതിനെ പറ്റി എന്താണ് കേട്ടത്? മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് പറഞ്ഞിരിക്കണു. ഇതിനെ പറ്റിയോ? ചൽ, അഭിഭാഷകങ്ങളായ അന്തർജനങ്ങൾ ഇല്ലത്തുണ്ടായിരുന്നു. വേലിക്ക് തരമാകാതെ ഇല്ലപ്പറമ്പിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പാലം പൂത്ത മണം വരുമ്പോൾ അവർ
കൊട്ടാരത്തിന്റെ ഏക അവകാശിയായ തമ്പുരാട്ടി ഞാൻ പേര് വിളിക്കണം. തമ്പുരാട്ടിയാണ് ഈ പാവം ഞാനായിരുന്നു. ഇവിടെ നിന്നോ വന്ന എന്നെ പറ്റി തമ്പുരാട്ടിക്ക് ഒന്നും അറിയേണ്ടതാണ്. എന്റെ ജാതി, മതം അങ്ങനെ പറഞ്ഞു. ഒന്ന് വ്യക്തമായി പറയാമോ തമ്പുരാട്ടി? ഈ കൊട്ടാരത്തിന്റെ കൺമതലിനെ കൊടുത്ത് ശുദ്ധമായി ശ്വസിച്ച ആദ്യത്തെ തമ്പുരാട്ടിയായിരുന്നു എന്റെ അമ്മ. പഠനത്തിനായി മല്യമാവൻ ബാംഗ്ലൂരിൽ അയച്ചു. അവിടെ വെച്ചാണ് അമ്മ പപ്പയുമായി പരിചയപ്പെട്ടത്. സ്നേഹത്തിലായിരുന്നു. ബാംഗ്ലൂരിലെ വലിയ കർണാടകയിലായിരുന്നു എന്റെ പപ്പ. വലിയ വ്യവസായി. വിവരം മല്യമാവന്റെ ചെടിയിലെത്തിയപ്പോഴേക്കും രജിസ്റ്റർ വിവാഹം കഴിഞ്ഞത്. പിന്നെ ഇവിടെ പഠിച്ചു പിണ്ടം വെച്ച് നോക്കിയാ പറഞ്ഞു കേൾക്കുന്നത്. സൗകര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടണം. പഠനത്തിൽ നിന്ന് വന്നവർക്ക് ഇതൊക്കെ മതിയാകുമോ ആവും. തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് താമസിക്കാൻ ഒരു ഇടം കിട്ടി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. കുട്ടി എന്നെ തമ്പുരാനൊന്നും വിളിക്കണ്ട. ഇപ്പൊ ആരും അങ്ങനെ വിളിക്കാറില്ല. പിന്നെ ഒരു കൂട്ടർ പരിഹസിച്ച് വിളിക്കും നസ്രാണി പോലത്തെ തമ്പുരാനെന്ന്. ഇല്ല, ഒന്നും പറയില്ല. കോലത്തിന്റെ ചരിത്രത്തിൽ നമുക്കും ഇടം ഉണ്ടാകും അല്ലേ? തീർച്ചയായും അങ്ങ് തന്നെയല്ലേ ഇപ്പോഴത്തെ വലിയ തമ്പുരാൻ. വലിയ തമ്പുരാൻ, ഗോകുലത്തിന്റെ നാശം കാണാൻ ജീവിച്ചിരിക്കുന്ന തമ്പുരാൻ. ഇഷാഖുവിന്റെ വംശത്തിന്റെ കാലത്ത് വാണ അഗ്നിവന്ദനെ പോലെ ചരിത്രത്തിൽ നമുക്കും ഇടമുണ്ടാകും. അതെ, പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. ഞാൻ മാളികൽ മാസത്തിൽ ഒരു സമുദായ സ്നേഹി. ഇവിടെ തമ്പുരാട്ടി ഞങ്ങളുടെ മതക്കാരിയാണ്. ഓ അതെയോ? ഞങ്ങളുടെ പേര് വന്നില്ല. പ്രിൻസ് ഇത് വന്നു അല്ല, ഓ ഇപ്പോൾ ക്രിസ്ത്യാനിയാണല്ലേ? ആശ്വാസം. ഞാൻ ക്രിസ്ത്യാനിയുമല്ല. പിന്നെ നിങ്ങൾ ആണോ? തൽക്കാലം ഒരു മനുഷ്യനാണെന്ന് മാത്രം അറിയാൻ പോയി. അതില്ലാതെ വരുന്നതല്ലേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കർത്താവേ. അതില്ലാതെ വരുന്നതല്ലേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്? ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. വർത്തമാനം പറഞ്ഞിരിക്കാൻ സമയമല്ല. എനിക്ക് പ്രഭാതം പറഞ്ഞവിടെ കാണണം. ആ മുല്ലമറ്റ അകത്തുണ്ട്. ഓ അപ്പോഴേക്ക് അയാൾ എത്തിയോ? ഞാൻ കേട്ടത് സത്യമാണോ? അച്ഛൻ എന്തുവാ കേട്ടത്? കൊട്ടാരത്തിൽ നീ താമസക്കാരനൊന്നും അച്ഛൻ എങ്ങനെ അറിഞ്ഞു? വിശ്വാസികളുടെ കണ്ണും കാതും സദാ കൊട്ടാരത്തില. കൊട്ടാരത്തിന്റെ കഥ എഴുതാൻ വന്നതെന്നാ അയാൾ പറഞ്ഞത്. എനിക്ക് ഈ വരവ് സംശയമുണ്ട്. ആ മുല്ലമറ്റത്തിന് തിരുമേനിക്കും അയാളെ സംശയമുണ്ട്. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യോ വെച്ചായ? എന്താണ് കേട്ടത്? അയാൾ ഗന്ധർവനാണ് പോലും. മണ്ണാൻ കേട്ട കാര്യത്തിനിടയില്ല. അവിടെ കളി കളിയല്ല അച്ഛായ, അയാൾ സാത്തായ. അവിശ്വാസികളുടെ ഇടയിൽ കിടന്ന് നിനക്ക് തല വെക്കുപോയോ? കാര്യങ്ങളൊക്കെ കൈ കളിയാൻ നേരമായി. അതിനിടയ്ക്ക് വല്ലവരൊക്കെ കയറി വന്ന് ആ പെണ്ണിനെ പാട്ടിലാക്കിയാൽ നമുക്ക് തലയോച്ച് നടക്കാൻ പറ്റില്ല. സഭയ്ക്കുണ്ടാവുന്ന നാണക്കേട് തലയിൽ കുടിയിട്ട് മറക്കാനാവില്ല. ഞാൻ ഈ എന്ത് ചെയ്യണം അച്ഛായ? നീ നിന്നും തമ്പുരാട്ടിയെ പള്ളി കൊണ്ടുവന്നില്ലേ? തമ്പുരാട്ടിയെങ്ങാനും പരമോഷം ചേർന്നാൽ അവരാദ്യം പള്ളിയടിച്ച് നിരത്തും. പിന്നെ നിന്നെ നോക്കിയാണ് മറക്കും. അക്കാര്യം മറക്കണ്ട. അവൻ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തമ്പുരാട്ടി അയാൾ എന്നെ പറഞ്ഞേക്കണം. അത് പറയുന്നതിനാണ് ഞാൻ വന്നത്. ക്രിസ്ത്യാനികളുടെ കാര്യമൊന്നുമില്ല. അവിടെ എന്ത് കുട്ടിയാ? ഹിന്ദികളിലും വിചാരമുണ്ട്. നസ്രാണിയുടെ രക്തമാണ് അവിടെ സ്ഥിരമുള്ളത്. നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. എങ്കിലും അവൻ എന്നെ പറഞ്ഞോളാം. ഇന്ന് തന്നെ പറഞ്ഞേക്കണം. കൊട്ടാരത്തിലാരെ പ്രാർത്ഥിക്കണം, ആരെ ഇറക്കിക്കണം ഇവിടെ ഉള്ളത് തീരുമാനിക്കും. പുറത്തുനിന്ന് ആരും ഉപദേശിക്കേണ്ട. കൊട്ടാരത്തിന്റെ ചരിത്രം മുറിക്കാൻ വന്നതായ അതിനുശേഷം അയാൾ എത്ര പോകൂ. ഒരു അവിശ്വാസിയാണ് തമ്പുരാട്ടിയോട് പ്രാർത്ഥിക്കുന്നത്. നിർത്തൂ.
ആയിരത്താണ്ട് മുമ്പ് രണ്ടാം കുലശേഖര സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ ലംഘിച്ച ഉദയനത്തിന്റെ തമ്പുരാനാണ് ഞാൻ. രാജ്യപാലനയെ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ. അതാരും മറക്കണ്ട. എന്റെ പേരെ കൂടി ഓർത്ത് ആരും തന്നെ ഉണ്ടാക്കണ്ട. കണ്ടു പോകുന്നുണ്ട്. എന്താണിത്? കൊട്ടാരം ഹൈന്ദവ സംരക്ഷണ സമിതി ചരിത്രം എഴുത്തവിടെ വരെ എത്തി. വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊട്ടാരത്തിന്റെ പഴയ ചരിത്രം ഹിന്ദുക്കളുടെ ചരിത്രം കൂടിയാണ്. ഇപ്പോഴത്തെ സ്ഥിതി കണ്ടില്ലേ? പഴയ പാരമ്പര്യം വീണ്ടെടുക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്. തിരുമേനി അതുകൊണ്ട് പോയി കിട്ടണം. ഈ കൊട്ടാരത്തിന്റെ നഷ്ടപ്പെട്ട ഭാവം നിങ്ങൾ വീണ്ടെടുത്ത് തരണം. ചരിത്രത്തിലെ നിഷ്പക്ഷമായ നിലപാടാണ് എന്റേത്. നിഷ്പക്ഷത ഹിന്ദുവിന്റെ സഹിഷ്ണുതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ആ ബോർഡ് കുറച്ചുകൂടെ ഓർത്തി കാണണം. ആ കുറച്ചുകൂടി ഞാൻ പറയാം. പ്രിൻസോ ഇന്ന് പുറത്തേക്ക് ഇറങ്ങില്ലേ? ഞാൻ പഴയ താളിയോലകൾ പരിശോധിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് മനസ്സിലായി? താളിയോലകൾ ഇല്ലാത്ത പലതും ഇനിയും അറിയാറുണ്ട്. അതെന്താണ്? ഈ കൊട്ടാരം എങ്ങനെയാണ് ആംഗ്ലോ ആഗസ്റ്റ് കമ്പനിയുടെ കൈകളിലെത്തിയത്? പറയാം. ക്രിസ്ത്യാനി ചെക്കിന് പിന്നാലെ ഇറങ്ങിപ്പോയ വല്യേച്ചിയെ പടിയടച്ച് പിണമിച്ചതാണ്. ആയിടെ ഇളമുള്ള തമ്പുരാക്കന്മാർ വല്യമാവിനെ കോടതി കയറ്റി. എന്തിന്? ആളൊരു ഭാഗം വെക്കാൻ വല്യമാവ് സമ്മതിച്ചില്ല. കാര്യം കോടതിയിലായി. കോടതി വിധി എന്തായിരുന്നു? ആളൊരു ഭാഗം വെക്കാൻ കൊട്ടാരം ലേലം ചെയ്ത് പണം പങ്കുവെക്കാൻ കോടതിയാമി ലേല പരസ്യം കൊട്ടാരം അതിൽ പതിച്ചു. എന്റെ പരദൈവങ്ങളെ എനിക്കിതും കാണേണ്ടി വന്നുല്ലോ എന്ന് വല്യമ്മാവൻ ചവിട്ട് പൊട്ടിക്കരഞ്ഞു. പരദൈവങ്ങൾ കാണാൻ മറന്ന വല്യമ്മാവന്റെ മനസ്സ് ദൂരെ ഇരുന്ന് ഒരാൾ കണ്ടു. ആരാണ് അയാൾ? ഒരജ്ഞാതൻ. ആദ്യം ആർക്കൊന്നും മനസ്സിലായില്ല. അയാൾ കൊട്ടാരം ലേലത്തിൽ പിടിച്ചു. ഇളമുറ തമ്പുരാക്കന്മാർക്ക് ആളോഹരി കൊടുത്തു. വല്യമ്മാവന്റെ ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ താമസിക്കുന്ന അനുവാദവും നൽകി. ആ വലിയ മനുഷ്യൻ ആരായിരുന്നു? പടിയടിച്ച് പിണ്ടം വെച്ച കൊച്ചനന്തരുടെ ഭർത്താവായിരുന്നു അയാൾ. കാർത്തികയുടെ അച്ഛനും? അതെ, ജാതിക്കും മതത്തിനും അപ്പുറം കണ്ട മനുഷ്യൻ. അന്ന് ആദ്യമായി വല്യമ്മാവൻ കരഞ്ഞു. എന്നിട്ട് ക്രിസ്ത്യാനിയായ മരുമകനെയും അനന്തരങ്ങളെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ കത്തെഴുതി. എന്നിട്ട് ആൺക്രിസ്റ്റിനെയും ചേച്ചിയെയും സ്വീകരിക്കാൻ കൊട്ടാരം അണിഞ്ഞൊരുങ്ങി. പുറം ചുവരുകൾ വെള്ളവലിച്ചു. ഉദ്യാനം അലങ്കരിച്ചു. വർണ്ണങ്ങൾക്ക് ദീപം കൊഴിച്ചു. കൊട്ടാരം വീണ്ടും ആഹ്ലാദാരങ്ങളിൽ മുഴുകിയ ദിനങ്ങൾ. എന്നിട്ടെന്തുണ്ടായി? കാത്തിരുന്നവർക്ക് മുന്നിൽ 5 ശിപ്പായി ഒരു ടെലിഗ്രാമായി എത്തി. എവിടെ വെച്ചോ കാലപകടത്തിൽ മരിച്ചു എന്നായിരുന്നു ആ ടെലിഗ്രാം. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആ പിഞ്ചു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു കാര്യത്തിൽ മാത്രമേ ആ നല്ല മനുഷ്യനെ ഒരു നോക്ക് കാണാൻ കഴിയില്ലെന്ന് സാരമില്ല. എനിക്ക് എന്റെ പേരെ കൂടി തിരിച്ചെത്തിയല്ലോ. ഇനി അതൊന്നും ഓർക്കരുത്. ഓർമ്മകൾ മാത്രമല്ലേ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതൊക്കെ? എന്ത് വിലകൊടുത്തും ഈ കൊട്ടാരം ഞങ്ങൾ സംരക്ഷിക്കും. സ്വന്തം സ്വത്ത് സംരക്ഷിക്കാൻ അതിന്റെ ഉടമസ്ഥർക്കറിയാം. കാര്യമറിയാതെ തമ്പുരാൻ ക്ഷമിക്കുന്നത്. ഈ കൊട്ടാരം ഹിന്ദുക്കളുടെ വകയാണ്. അതിന്റെ തെളിവല്ലേ പുരാതനമായ ക്ഷേത്രം. ആൻഡ്രോസിന് വിലക്ക് വാങ്ങിയതാണ് ഈ കൊട്ടാരം. വിലക്ക് വാങ്ങി. എല്ലാവർക്കും ആ കഥയൊക്കെ നന്നായിട്ട് അറിയാം. ഇളവനും തമ്പുരാക്കന്മാരെ അളവോളം മദ്യപിച്ച് ബോധം കെട്ടി പാരമ്പര്യം വന്നവർക്ക് വൈകുന്നേരം പണം കൊടുത്തു. അതല്ലേ സംബന്ധിച്ചത്. എന്നിട്ടൊരു കള്ള പ്രമാണം തീർത്തു. കൊട്ടാരം തല്ലിയിളക്കി കഴിക്കുവാൻ വേണ്ടി ആളോചിക്കാൻ കോടതി വിധിച്ചപ്പോൾ ഈ സംരക്ഷണ സമിതിക്കാരെ ഇവിടെ കണ്ടില്ലല്ലോ.
വിൽക്കുകയും വാങ്ങുകയും ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. കല്ലും മണ്ണും മാത്രമാണ് വിറ്റതും വാങ്ങിയതും. ഹിന്ദുവിന്റെ പൈതൃക സ്വത്തായ ഈ കൊട്ടാരത്തിന്റെ വില ചെയ്താൽ വിൽക്കാൻ വിലക്ക് വാങ്ങാൻ ആർക്കാണ് അവകാശം? ഇല്ലാതെ ഞങ്ങൾക്ക് ഇനി ഒന്നും കഴിയില്ല. തമ്പുരാന്റെ മകനാഥത്തോടു കൂടിയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പോൾ മനസ്സിലായി. ആദ്യം കൊട്ടാരത്തിൽ ഒരു ഹിന്ദുവിനെ കയറ്റി താമസിച്ചു. ഇപ്പോൾ ഹൈന്ദവ സംരക്ഷണ ബോർഡുമായി. എന്തായത്? കൊട്ടാരം ക്രൈസ്തവ സംരക്ഷണ സമിതിയുടേത്. അതല്ലേ അതിന്റെ ഒരു ശൈലി. ഇപ്പോ എല്ലാം പൂർത്തിയായി. ഇതെവിടെയാ തൂക്കേണ്ടത്? എന്ത് കളഞ്ഞു തീർക്കും? ഇയാളുടെ അഭിമാനത്തിന് പ്രശ്നമാണ്. കൊട്ടാരം തല്ലിപ്പൊളിച്ച് കാണിപ്പാലണി വെക്കാൻ കോടതി നിന്നപ്പോൾ ഹിന്ദുവിന്റെ അഭിമാനമാണ് വരുന്നത്. അന്നവരെ ചേർത്ത് നിൽക്കാൻ ധൈര്യം കാട്ടാത്തവരാ ഇപ്പോൾ അവകാശം വന്നു വരുന്നത്. അത് ഈ കൊട്ടാരം നിനക്ക് വേണ്ട ഒരു നർത്തനത്തിന് ഉണ്ടായിരുന്നോ? അതിനെ തിരുമേനി, ആ ബോർഡ് അടിച്ചു മാറ്റുക. ഞങ്ങളുടെ ബോർഡിനോടൊപ്പം നമ്മൾ ഇരിക്കണ്ട. കൊട്ടാരത്തിൽ കൈവെക്കോ. ഞാൻ വന്നതാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇതെല്ലാം മുമ്പേ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തുകൊണ്ട്? കാർത്തികെ ജനിച്ചപ്പോൾ തന്നെ അവരുടെ പിതാവ് ഒരു ഒസ്യത്ത് എഴുതിയിരുന്നു. വിശ്വവിവാഹിതരായ ദമ്പതിമാരുടെ മകളാണല്ലോ അവൾ. അവൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ മുൻകൂട്ടി കണ്ടിരുന്നു. ആ വിൽപ്പത്രത്തിൽ എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത്? പ്രായപൂർത്തിയാകും വരെ കാർത്തികെ അവളുടെ അച്ഛന്റെ അമ്മയുടെ മതതത്വങ്ങൾ പഠിക്കണം. പ്രായപൂർത്തിയാകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. എന്നാൽ മാത്രമേ അവളുടെ പിതാവിന്റെ ഭാരിച്ച സ്വത്തിന് അവൾ അവകാശിയാകൂ എന്ന് വിൽപ്പത്രം വ്യവസ്ഥ ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളുമായി എന്ത് ബന്ധമല്ലേ? ബന്ധമുണ്ട്. ഒരു പരിചയ സ്വത്തിന് അവകാശിയാകാൻ പോകുന്ന പെൺകുട്ടിയെ കൈവിടാൻ ഏത് മതക്കാർ തയ്യാറാകും? അപ്പോൾ സ്വത്താണ് പ്രശ്നമല്ലേ? അത് മാത്രമല്ല, വരും ദിനങ്ങളിൽ കാർത്തികയ്ക്ക് 18 വയസ്സ് തികയുകയാണ്. പക്ഷേ തമ്പുരാട്ടിയുടെ ഈ ആശങ്കയ്ക്ക് ഇത് മാത്രമാണോ കാരണം? കൊട്ടാരത്തിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ടത് ഇനി കുട്ടിയിലൂടെ അല്ലേ പ്രിൻസ്? അപ്പോൾ അവളുടെ തീരുമാനം സുപ്രധാനമല്ലേ? ശരിയാണ്. ഒരു ജന്മം മുഴുവൻ അപമാനിതരായി കഴിഞ്ഞവളാണ് ഞാൻ. നസ്രാണി പോലത്തെ തമ്പുരാട്ടി എന്ന് അവഹേളിക്കപ്പെട്ട ഒരു ദിവസമെങ്കിലും എനിക്ക് ഉദയവരും കൊട്ടാരത്തിന്റെ തമ്പുരാട്ടിയായി തലയാക്കി നിൽക്കട്ടെ പ്രിൻസ്. കാർത്തിക എന്ത് തീരുമാനിക്കും? അവൾ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ രണ്ടിലും നമുക്ക് തീരുമാനിക്കാൻ വരില്ലേ? ആ നിമിഷവും കാത്ത് കഴിയുകയാണ് ഞാൻ. നാദത്തിൻ മനസ്സിൽ വിടാത്തിൻ്റെ തുള്ളിൽ വിരിയുന്ന പൂവിൻ്റെ ഇതളിൽ. നാദത്തിൻ മനസ്സിൽ വിടാത്തിൻ്റെ തുള്ളിൽ വിരിയുന്ന പൂവിൻ്റെ ഇതളിൽ. ഉന്മാദ ഗന്ധമായി ഗന്ധർവ സ്വപ്നമായി ചിത്തിലെ മുത്തുകൾ പൂത്തുകൂടി
ലോകത്തിന്റെ നാളുകെട്ടി ഭൂമി പുഷ്പവതിയായുരാദ്യനാളി നിന്നാക്കുതലയിൽ വച്ചറിയാതെ ഊർവിള മാതൃകച്ച പ്രണയം ഭൂമിത പ്രണയം പിന്നെയും സൗരയൂഥത്തിന്റെ നാളുകെട്ടി ഭൂമി പുഷ്പവതിയായി മാതൃകച്ച പ്രണയം ഭൂമിത പ്രണയം സൗരയൂഥത്തിന്റെ നാളുകെട്ടി ഭൂമി പുഷ്പവതിയായി മാതൃകച്ച പ്രണയം ഭൂമിത ഞാൻ എന്തോ ആലോചിച്ചായിട്ട് നിന്നുപോയി. അറിഞ്ഞോ, ഹൈന്ദവ സംരക്ഷണ സമിതിക്കാർ വിശദീകരണ യോഗം കൂടുന്നു. തമ്പുരാട്ടി ഹിന്ദുമതം സ്വീകരിക്കുന്നത് വരെ ക്ഷേത്ര നടയിൽ ഉപവാസം തുടരും. കപ്രീനോട് കാണാൻ പറഞ്ഞത് ഞാനിത് 2 കണ്ണുകൊണ്ട് കണ്ടതാ, ആരും പറഞ്ഞറിഞ്ഞതല്ല. കർത്താവേ, ഈ പുരുഷനെ എന്തിന് എന്റെ തലയിൽ തന്നെ വെച്ചു തന്നു? ഏത് ദൈവത്തെ വിളിച്ചാലാണ് നിനക്ക് ആശ്വാസം കിട്ടുന്നത് ആ ദൈവത്തെ തന്നെ വിളിച്ചോളൂ. ഞാൻ എന്ത് വേണ്ടു വല്യമ്മ? കണ്ണിൽ ചോരയില്ലാത്ത ദൈവങ്ങളെ എന്തിനാണ് ഈ പാവം ഭൂമിയെ നിന്നെ കഷ്ടപ്പെടുത്തുന്നത്? ചതിച്ചല്ലോ തമ്പുരാനെ. കൊച്ചു തമ്പുരാട്ടി നമ്മുടെ മുഖത്ത് കരിവാരുണ്ടോ? എന്തുണ്ടായി? കൊച്ചു തമ്പുരാട്ടി ക്രിസ്ത്യാനിയാവാൻ പോകുന്നു, മഠത്തിൽ പോകുന്നത്. എന്നോട് ഞാൻ പറഞ്ഞു തമ്പുരാൻ ഇതൊന്നും അറിയാതെ അകത്തേക്ക് അടച്ചിരുന്നോ? നാട്ടിൽ മുഴുവൻ പാട്ടായി. ആ മാത്തത്തിന് ഇടവെക്കാൻ ചെന്ന് അതിനുള്ള ചടങ്ങ് തുടങ്ങി കഴിഞ്ഞു. കാർത്തിക തമ്പുരാട്ടി വിളിച്ചതാ പെണ്ണിന് വരിക. സുന്ദരിയായ കൊച്ചു തമ്പുരാട്ടി മുടി മുഴുവൻ മുറുകി മുരുക പഠിച്ചു മാറ്റി കറുത്ത വസ്ത്രം ജപമാലയിൽ നിന്റെ
സ്റ്റേറ്റ്സിലായിരുന്നു. അപ്പയും അമ്മയും ഇപ്പോഴും അവിടെ തന്നെയാണ്. നാട്ടിൽ വന്നപ്പോഴാണ് സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ തന്നെ പുറപ്പെട്ടു. കാതലും കുട്ടിക്കുന്നു, നിങ്ങൾ ആരും കുട്ടിക്കുന്നു, പ്രശ്നങ്ങൾക്കല്ല ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഇന്ന് തന്നെ അവനെ കാണുന്നുണ്ട്. അവളെ വശത്താക്കാൻ ഞാൻ അനുവദിക്കില്ല. കേട്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞിട്ടേ മടക്കാത്തത്. അനി എന്റെ സൂട്ട്കേസ് എന്റെ മുറിയല്ല സർവൻസ് ആക്കില്ല ഇവിടെ. ഞാൻ അതിന് അങ്ങനെയൊന്നും അല്ലല്ലോ. ഓരെങ്കിലും നിങ്ങളുടെ രക്ഷയിൽ കൂടിയാണ്. അവൻ ഇവിടെ തന്നെയാണല്ലോ താമസം. എന്തായാലും എനിക്കിവിടെ താമസിയാവും. ഞാൻ അവളെ പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആകാശം മറ്റൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. പണ്ടൊരു ക്രിസ്ത്യാനി ചെക്കൻ തമ്പുരാട്ടിയെ പിഴപ്പിച്ചത് കൊണ്ടല്ലേ വയസ്സുകാലത്ത് തെരുവുതടവരുടെ കഴിഞ്ഞു കൊടുത്തത്. Recording Shine Multimedia Solution Kaginamur. പശ്ചാത്തല ശബ്ദ നിയന്ത്രണം ജെയിന, പ്രകാശ നിയന്ത്രണം തിരുവാതിര അപ്പുകുണ്ട്. സഹായികൾ രാജേഷ്, അജയൻ, രാജൻ, ചമയം മധു നെല്ലിമൂട്. അവതരണം ചൈതന്യ ഫാമിലി ക്ലബ് കാഞ്ഞിരംകുളം. കഥാപാത്രങ്ങൾ വേഷമിടുന്നത് ഇരുവി രവിവർമ്മ തമ്പുരാൻ, സമശ്രീ പ്രേമജ് കുമാർ DP, പ്രിൻസ് ബൈജു പടത്തിക്കുളം, ഭവത്രാജൻ തിരുവേലി, ഡോക്ടർ വിജയകുമാർ ദീപൻ, മുല്ലമറ്റം വിക്രമൻ നായർ, ഷാജികുമാർ അണ്ണാകുടി, മാണിക്കൽ മാത്തച്ചൻ, ബിപിൻ കുമാർ കാഞ്ഞിരംകുളം, പീറ്റർ പെരേര, രാജേഷ് കുമാർ SP, ശിവദത്തൻ ഭാഗവതർ പോലീസ് ഓഫീസർ, RP ശ്രീകുമാർ ഗാന്ധിപുരം, ഈശ്വരവാര്യർ സുരേഷ് G കഴിവൂർ, ഇളവ തമ്പുരാൻ അഖിലേഷ് കാഞ്ഞിരംകുളം, പ്രഭാവതി വർമ്മ ഹൈമ മാധവ് കാഞ്ഞിരംകുളം, കാർത്തിക തമ്പുരാട്ടി വിദ്യാശ്രീ, കത്രീന ജീവ എസ്, ഭുവനേശ്വരി ശിവദത്തൻ, ദേവിക സുരേഷ്. സാങ്കേതിക സഹായം R ശകുന്തള ബിച്ചോടി. നാടക സംവിധാനം ഭാസ്കർ G.
നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ്. എന്റെ ഏത് തീരുമാനവും ഇനി ഇവിടെ ചോരപ്പുഴയുണ്ട് അല്ലേ പ്രതി? തമ്പുരാട്ടി, പറയൂ, ഞാൻ എന്ത് ചെയ്യണം? എങ്കിൽ ഞാൻ തന്നെ പറയാം. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ പേ പിടിച്ച ആൾക്കൊണ്ടത് എനിക്ക് ഭയമാകുന്നു പ്രിൻസ്. തമ്പുരാട്ടി, നാളത്തെ പ്രഭാതം കേട്ടുണരുന്നത് കാർഷിക തമ്പുരാട്ടിയുടെ തിരോധാനത്തെ കുറിച്ചുള്ള വാർത്തയാകണം. കിളി ഉള്ളിൽ നിന്ന് പോയി അറിയുമ്പോൾ ഇവർ ആയിരം താഴെ വെക്കുമല്ലോ. തമ്പുരാട്ടി, ന്യായമായി തന്നെയാണോ ഇത് പറയുന്നത്? അതെ പ്രിൻസ്, ഞാൻ ഉറച്ചു കഴിഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പ്രിൻസ് എന്നെ സഹായിക്കണം. എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകും. തമ്പുരാട്ടി, എന്തായിരുന്നു? കരയാതിരിക്കൂ, കണ്ണീർ കുറയ്ക്കൂ, മറ്റാവർക്ക് കാണണ്ട. തമ്പുരാട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ സഹായിക്കാം. എന്തായാലും ഈ പൗർണം അസ്തമിക്കട്ടെ. കർത്താവേ, ഇനി എന്തെല്ലാം കാണേണ്ടതുണ്ട്? മോളിത് കണ്ടോ? വിവരങ്ങളെല്ലാം വിശദമായി ഈ പത്രത്തിലുണ്ട്. വർഗീയ വേണയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. മോള് വിഷമിക്കണ്ട. കർത്താവിനെ മുട്ടിപ്പായ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുഭമായി പര്യവസാനിക്കും. നാളെ മോളുടെ ജന്മദിനം പ്രമാണിച്ച് പള്ളിയിൽ പ്രത്യേക പരിപാടികളുണ്ട്. ക്ഷേത്രയുടെ ടാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് മോളെ പള്ളിയിലോട്ട് ആനയിക്കുന്നത്. മോള് വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ 18 ആചാര വെടികൾ മുഴങ്ങും. തുടർന്ന് ജ്ഞാനസ്നാനവും നടത്തും. നിങ്ങൾക്കെല്ലാം എന്നോട് എന്ത് സ്നേഹമാണല്ലേ. പിറന്നാൾ ദിവസം പള്ളിയിൽ ഘോഷയാത്ര ഉണ്ടാകുന്നില്ലേ? നിശ്ചയമായി കുത്തുകുടകളും ഡാൻസുമേളവും ഗായക സംഘം അകമ്പടിക്കുണ്ടല്ലേ? ഉണ്ടാകുമല്ലോ. മിത്രന്മാരും ഘോഷയാത്രയിൽ പങ്കെടുക്കുമല്ലോ. തീർച്ചയായും. എങ്കിൽ ഒരു ശവപ്പെട്ടി ശവമഞ്ചവും കൂടെ കരുതിക്കോളും. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. സുഖകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് കാണും. താങ്കൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരാളെ ഞാൻ എന്തിനു വെറുക്കണം? ഞാൻ പീറ്റർ പെരേര, ആൻഡ്രൂ ഓഗസ്റ്റിന്റെ ബന്ധു. അതിലേക്ക് ഇപ്പോൾ കാർത്തികയുടെ ആദറിന്റെ രക്ഷകർത്താവ്. ഇവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആപത്തിൽ സഹായിക്കേണ്ടവരല്ലേ ബന്ധുക്കൾ? തീർച്ചയായും. നിങ്ങൾ എവിടെ? ഞാൻ ഈ കൊട്ടാരത്തിന്റെ ചരിത്രം എഴുതാൻ പോകുന്നതാണ്. ഗുഡ്. എന്നിട്ട് പുരോഗമിക്കുന്നു. എന്ത് ചരിത്രം എഴുതും? അതോ കൊച്ചുതമ്പുരാട്ടിയോടുള്ള പ്രണയമോ? പരിഹസിക്കുകയാണല്ലേ? ഏയ്, അഭിനന്ദിച്ചതാണ്. ഓടിവന്റെ ആശയുള്ള പെണ്ണുങ്ങൾ തന്നെയല്ലേ നീ വളർത്തെടുപ്പിച്ചത്? താങ്കൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. മാന്യന്മാരോട് ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. താങ്കളുമായ ഒരു തർക്കത്തിൽ ഞാനില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. പോകുന്നതിന് നടക്കണം. ആർത്തിയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. അവൾക്കൊരു കാമുകരുണ്ടായിരുന്നു എന്നത് ഒരു കുറവാൻ ഞാൻ കരുതുന്നില്ല. തമ്പുരാട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. എന്ത്? പെണ്ണിനെ ഇവരോടൊപ്പം പറഞ്ഞയക്കാൻ. കണ്ടാൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ പെൺപിള്ളേർക്ക് വിളക്കമൊക്കെ ഉണ്ടാകും. നമ്മളത് കാര്യമാക്കരുത്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അവർ തമ്മിൽ പ്രണയത്തിലാണ്. ഞാൻ ഇവിടെ വന്ന് 24 മണിക്കൂറുണ്ട്. എനിക്കത് മനസ്സിലായി. ഒരു ജന്മം മുഴുവൻ അബദ്ധം കഴിഞ്ഞിട്ട് തമ്പുരാട്ടിക്ക് മനസ്സിലായില്ലേ? എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ പ്രവാചകമേ, പറഞ്ഞോളൂ. ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. കഴിഞ്ഞ 18 വർഷമായി ഈ മുഹൂർത്തത്തെ നേരിടാൻ പ്രവാചകർമ്മ കരുത്ത് നേടിയിരുന്നില്ലേ? എന്നിട്ട് ഒരു മതവും സ്വീകരിക്കാൻ ഞാൻ അവിടെ നിർബന്ധിച്ചിട്ടില്ല അതാണ് നിങ്ങൾക്ക് സംഭവിച്ച വലിയ തെറ്റ്. എന്ന് ഞാൻ കരുതുന്നില്ല. തന്റെ സാമ്രാജ്യ വിസ്തൃതി എത്രയാണെന്ന് പോലും അറിയാതെയാണ് ഇവരുടെ പപ്പ മരിച്ചത്. ഇനി മണിക്കൂറുകൾ മതി അതെല്ലാം അവർക്ക് സ്വന്തമാകാൻ. അതാണ് എന്റെ ആവശ്യം. പറഞ്ഞ് ഉറപ്പിക്കാൻ വരട്ടെ. ഹിംസുമായുള്ള ബന്ധം ഒറ്റമേ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾ അറിഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ പ്രവാചകർമ്മ കാണാത്ത മറ്റൊരു മനസ്സ് കാർത്തിക്കുണ്ട്. അവിവാഹിതയായി ജീവിച്ച് ഒരു ജന്മം മുഴുവൻ അവർക്കായി ഹോമിച്ച് നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? തീർച്ചയായും നിങ്ങൾ ചിലതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ചീട്ടുകൊട്ടാരമാണ് തകർന്നടിയാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷെ പ്രവാചകരെ, ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. എങ്ങനെയെന്നല്ലേ ഞാൻ പറയാം. നോ ബാർഗെയിൻ. ഇതിന്റെ പൈസ ഒന്നും വേണ്ട. 50-50. എങ്ങനെയെന്നല്ലേ? ഒന്ന്, വലിയ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ അവളെ കൊണ്ടുപോകും. ആ ഒരു തമ്പുരാൻ തന്നെ നാട്ടുകാരോട് പറയാം.
എന്താ പറയുക? അവൾ സമ്മതിക്കുമോ? നിങ്ങൾക്ക് സമ്മതമാണോ? അതാണ് എനിക്കറിയേണ്ടത്. അവൾ സമ്മതിക്കും, അവളെ സമ്മതിപ്പിക്കും. പീറ്റർ പെന്നൽ ആരാണെന്ന് അപ്പോൾ മനസ്സിലാക്കും. ഇല്ല, അവൾ സമ്മതിക്കില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾക്കും. പീറ്റർ പെന്നൽ ആഗ്രഹിച്ചു പോയല്ലോ തമ്പുരാട്ടി. ഇന്നിനി എന്താ ഒരു വഴി? പീറ്ററിന്റെ മോഹം നടന്നില്ലായി. ഞാൻ നാളെ തന്നെ മടങ്ങിപ്പോകും. പക്ഷേ നാളത്തെ സൂര്യോദയം കാണാൻ അവളോട് ഉണ്ടായില്ല. പീറ്റർ! നീ എല്ലാ കാര്യങ്ങളും തമ്പുരാട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? എനിക്ക് വേണ്ടിയല്ല, ഒരു നാട് നേരെ കൊതിക്കുകയാണ്. നാട്ടു നീ പോലെ കഷ്ടപ്പെട്ടാൽ ആ തീ അടയ്ക്കാൻ തമ്പുരാട്ടിക്കാൻ കഴിയും. തമ്പുരാട്ടി ഞാൻ പറയുന്നത് കേൾക്കണം. തമ്പുരാട്ടി ചെറുപ്പമാണ്, സുന്ദരിയാണ്. തമ്പുരാട്ടിക്ക് ഒരു രാജ്യം പോലെ ഇവിടെ കഴിയാം. ഇതൊന്നും എന്റെ സ്വപ്നങ്ങളല്ല. ഇതെല്ലാം തമ്പുരാട്ടിയുടെ സ്വപ്നങ്ങളാണ്. ബുദ്ധിമോശം കൊണ്ട് ആ സ്വപ്നങ്ങൾ തട്ടിയടയ്ക്കാതിരുന്നാൽ മതി. തമ്പുരാട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരു സമുദായം ഒന്നടങ്കം ഭാരതദാസന്മാരെ പോലെ നിർവഹിക്കും. ഇതെല്ലാം നിങ്ങളുടെ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. തമ്പുരാട്ടിയുടെ തീരുമാനം ഒന്ന് മാത്രം മതി. ഈ കൊട്ടാരം കൈകാര്യം നിൽക്കുന്ന ജനക്കൂട്ടം ഒന്നരം പിരിഞ്ഞു പോകും. നാളത്തെ പ്രഭാതം തമ്പുരാട്ടിക്ക് ഒരു പുതിയ ജീവിതം തരും. ആ ജീവിതത്തിൽ പിന്നെ കരടായി ആരും കടന്നു വരികയില്ല. തമ്പുരാട്ടി നന്മയും കടന്നുകളി പറയുന്നതല്ല. നിങ്ങൾ എനിക്ക് നല്ല പേര് തരണം. എങ്കിൽ പിന്നെ അങ്ങ് അനുഭവിച്ചറിയാം. എല്ലാം തയ്യാറാക്കിയിട്ടില്ലേ? നമ്പ്രാട്ടി പുറപ്പെടുകയും വേണ്ടു. നാദസ്വരവും പഞ്ചവാദ്യവും തലപ്പൊലിയും എല്ലാം എപ്പോഴേ തയ്യാറാണ്. അംഗരക്ഷകളുടെ സുരക്ഷാവലിക്കാരും നമ്പ്രാട്ടി അമ്പലത്തിലേക്ക് പുറപ്പെടുക. തമ്പുരാട്ടി വിശ്വാസ പ്രഖ്യാപനം നടത്തുവരെ എങ്ങും ഒരു പിഴവും പറ്റരുത്. കാര്യങ്ങളെല്ലാം നമ്മുടെ ആൾക്കാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. മറ്റേ കുട്ടൻ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അത് മറക്കണ്ട. ഒരെങ്കിലും അവനിവിടെ ഉണ്ട്. ടീച്ചറിന്റെ മേൽ സദാ ഒരു കണ്ണു വേണം. ഞാൻ അപകടകാരിയാണ്. തമ്പുരാട്ടി ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എന്താണ് ഇത്ര താമസം? രാജ്യാധിപതി ചടങ്ങ് തുടങ്ങാം. തിരുമേനി അമ്പലത്തിലേക്ക് ചെന്നുള്ളൂ. കുട്ടികൾ താല്പര്യമായി രണ്ടുപേരെ എത്തിക്കണം. മുതിർന്ന സ്ത്രീകൾ അവരെ നിയന്ത്രിക്കണം. മാധ്യമങ്ങൾ ആരംഭിക്കാം. സഭാമക്കൾ നിശബ്ദത പാലിക്കണം. ഏതൊരു സാഹചര്യത്തിലും പ്രകോപിതരാകരുത്. ചിട്ടയായി പള്ളിയിലേക്ക് നീങ്ങണം. മുൻനിരയിൽ കുത്തുകുടയേന്തിയവർ, അതിന് പിന്നിൽ മാനേജ്മെന്റ്, പിന്നെ ഗായക സംഘം, തുടർന്ന് സ്ത്രീകളാൽ അനികതയായി തമ്പുരാട്ടി. പുരുഷന്മാർ ഏറ്റവും പിന്നിലായിരിക്കണം. വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ 18 ആചാരവിധികളും മുഴങ്ങണം. തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തിന് സമയമായി. ചരിത്ര മുഹൂർത്തം അനന്തമായി. തമ്പുരാട്ടിയ വിശ്വാസ പ്രഖ്യാപനത്തിനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയായി. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ ഒരു വല്ലായിക. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നേരെ ചൊവ്വേ നടന്നാൽ മതിയായിരുന്നു. അത് വേണ്ടതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ കാർത്തിക എവിടെ? കിടപ്പുമുറിയില്ലേ? അവിടെ അങ്ങ് കണ്ടില്ലല്ലോ. നോക്കാൻ സ്ഥലം ബാക്കിയില്ല. ഈ കുട്ടി ഇതെവിടെ പോയിരിക്കുന്നു? അവൾ കുളിക്കുക രസമാനായിരുന്നു. നീ തന്നെ പോയി നോക്ക്. വേഗം വേണം, സമയമാകുന്നു. കാർത്തികയെ കണ്ടോ? കണ്ടില്ലല്ലോ. കുട്ടിയെ ഇനി കാണുന്നില്ല. ആ വീട്ടിലെവിടെ? അയാളെ കാണുന്നില്ല. എന്റെ കുട്ടി ഇതെവിടെ പോയി? ദൈവമേ, എന്റെ കുട്ടിക്ക്. അമ്പലത്തിലേക്ക് പുറപ്പെടാൻ സമയം. തമ്പുരാട്ടി വിളിക്കേ. തമ്പുരാട്ടി എന്നെ കാണുന്നില്ല.
തമ്പുരാന്റെ കാണുന്നില്ലെന്നോ? ചതിച്ചാണ് ദൈവമേ. കുട്ടി എവിടെ പോകാനാ? മുന്നിലെ ഞാൻ പോയി നോക്കിട്ട് വരാം. എനിക്കറിയാം ഇതെല്ലാവരും കൂടെ ചേർന്ന് ഒത്തുകളിയാ. തമ്പുരാന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചരിവ് കഴിയും. ഈയിടോ നീ എടുക്കണ്ട, ഞങ്ങളെ കാര്യം തന്നെയാ. തമ്പുരാട്ടിയോടെ കൊണ്ടുവരുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. കാണിച്ചു കൊണ്ടുപോയത് തന്നെ കൊണ്ടുവരണം. ആരാ നിന്റെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്? മറ്റല്ല, ഇത് വിളിച്ചാൽ താമസിച്ചത് തന്നെ. പ്രിൻസ് നല്ലവനാണ്, എനിക്ക് അയാളെ നന്നായി അറിയാം. അയാളത് ചെയ്യില്ല. ഇത് പറ്റൂല. ഗീതപ്പറ്റി ആലോചിച്ച് പറയരുത്. അവൻ ആത്മാവിന്റെ ബന്ധുവാ. ഞങ്ങൾ കഴിച്ചു. ആൻഡ്രോസിന് അങ്ങനെ ഒരു ബന്ധമില്ല. അത് പറയാം നിങ്ങളാരെ എന്നിട്ട് അവനോടെ പിടിച്ചോടെ അയാളെ കാണുന്നില്ല. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. സത്യം തമ്പുരാട്ടി കാര്യം. തമ്പുരാട്ടി അല്ലാതെ കുട്ടിയെങ്കിലും പോകില്ല. നീ കുട്ടി ആത്മാവാ നടത്തിയത്. അതോ നിങ്ങളെ കുട്ടിയെ ഈശ്വരാ, എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം അവൾ അവിടെ ഉണ്ടെന്ന്. എനിക്കറിയില്ല. എന്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇനി കൊണ്ടാണ് തമ്പുരാട്ടിയുടെ കളി. ആ നസ്രാണിക്ക് കൊച്ചു തമ്പുരാട്ടി കൊടുക്കാനുള്ള ശ്രമമാണെന്നല്ലോ. അത് നടക്കില്ല. തമ്പുരാട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ നടത്തും. ഞങ്ങളൊക്കെ സമത്തിൽ തമ്മിൽ വേണം. അങ്ങനെ നടത്താം. എന്താ എന്തുണ്ടായി? കാർത്തികയൊന്നും കാണുന്നില്ല. അവൾ എവിടെ പോയി? തമ്പുരാട്ടി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എല്ലാവരും നോക്കിയോ? കുട്ടി അമ്പലത്തിൽ വന്നിട്ടില്ല. പള്ളിയിലുമില്ല. പൊതുജനങ്ങൾ സംയമനം പാലിക്കണം. മാരകായുധങ്ങൾ കയ്യിൽ കരുതാൻ പാടില്ല. വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ഇരു വിഭാഗക്കാരും സമാധാനപരമായി പിരിഞ്ഞു പോകണം. ക്രമസമാധാന ഭംഗമുണ്ടായാൽ ഇനി ഒരു അറിയിപ്പ് കൂടാതെ പോലീസിന് ബലപ്രയോഗിക്കേണ്ടി വരും. കാണുന്നില്ല. കുട്ടി കാണുന്നില്ല. ഞാനിങ്ങനെ എവിടെ പോയി? ആ കുട്ടിയെ കൊന്നതാവും. ഓ, കഷ്ടം തന്നെ. എങ്കിൽ ഈ കൊട്ടാരം നീ കൊണ്ടോ? ഈ കുട്ടി എവിടെ പോകാനാ? സ്വത്തിന് വേണ്ടി കൊന്നതാവും. എന്തായാലും കൊള്ളാം. എന്തൊരു ലോകമാണ് ഇതൊക്കെ. ടീച്ചർ എവിടെ? സ്പീക്കറിനെ കാണുന്നില്ല. എനിക്കുറപ്പാ തമ്പുരാട്ടി അവൾ തട്ടിക്കൊണ്ടുപോയതാ. അനാവശ്യം പറയരുത്. എങ്കിലും അവരുടെ തമ്പുരാട്ടി ഒളിപ്പിച്ചിരുന്ന ആരാണെന്ന് ഞങ്ങൾക്ക് നല്ല അറിയാം. പറയൂ, പ്രിൻസിന്റെ കുട്ടി എവിടെ? സത്യമായും കാർത്തിക തമ്പുരാട്ടി എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്റെ കുട്ടി എവിടെ പോയി? ദൈവമേ, അവൾക്ക് വല്ലതും. തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അവൻ തന്നെയാ. ബന്ധുത്വം ചമഞ്ഞു വന്ന ആൾമാരുടെ കാര്യം. അവൻ രക്ഷപ്പെടരുത്. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ബാക്കി എവിടെ? ഞാനെങ്ങനെ? നിനക്കറിയില്ലേ? കാർത്തിക വിവാഹം നടത്തണം നീ എന്നോട് ആവശ്യപ്പെട്ടില്ലേ? ശരിയാണ്. അത് നടന്നില്ലെങ്കിൽ നാളത്തെ കുർബാന ഞാൻ ഉണ്ടാകില്ലെന്ന് നീ പറഞ്ഞു. അതെ. ഇനി പറയൂ, അവൾ എവിടെയെന്ന് നിനക്കറിയില്ലേ? നീ എന്റെ കുട്ടിയെ എന്ത് ചെയ്തു? അവൾ ജീവിച്ചിരിപ്പുണ്ടോ? അതോ നീ അവളെ പിടിച്ച് പരിചരിപ്പിക്കണം. തട്ടിന്റെ കാണുന്നുണ്ടോ? തമ്പുരാട്ടി ക്ഷമിക്കണം. നിങ്ങളൊരു കാര്യം വിശ്വസിക്കണം. കുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. നീ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. വന്നത് നീ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഞാനൊരു പാവം നാടകക്കാരനാണ്. ജീവിക്കാൻ വേണ്ടി കിട്ടിയ ഒരു വേഷമാണ്. കുട്ടിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ തരാമെന്നായിരുന്നു. ആര്? മാത്തച്ഛൻ മുതലാണ്. എടാ വഞ്ചക, പിടിക്കാതെ. ആൾമാരുടെ സർക്കാരിന്റെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? ഞാനൊരു സാധുവാണ് സാറേ. എന്നെ പോലീസ് ധരിപ്പിക്കുകയാണ്. അവൾ പിന്നെ എവിടെ പോയി? ദൈവമേ, അവൾക്ക് വല്ലതും. ചിലമേ, ചിലമേ എവിടെ നിൽക്കാ? ഞാൻ എവിടെയെല്ലാം നോക്കി. പോന്നോളൂ, ഇന്നെന്റെ പിറന്നാളല്ലേ? തമ്പുരാനെ, കാർത്തിക തമ്പുരാട്ടി കുട്ടിയെ ഞാൻ കാണുന്നില്ല തമ്പുരാനെ. വല്യപ്പാ, എത്രയെന്ന് വെച്ചാൽ ഒരു പാവം കുട്ടിയെ ഇന്ന് കഷ്ടപ്പെടുത്തുന്നത്. വല്യപ്പാ,
എല്ലാവർക്കും വേണ്ടി ഞാനിത് ചെയ്തു. എന്റെ പേരക്കുട്ടിയെ ഞാൻ കൊന്നു. എന്റെ പേരക്കുട്ടിയെ ഞാൻ കൊന്നു. എന്റെ പരിദേവങ്ങളെ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെ ഏതു സ്വർഗം വിളിച്ചാലും അടരുവാൻ